കുഞ്ഞു ഉറങ്ങിയോ മോളെ? ഉറങ്ങിയമ്മേ. ഞാൻ ഓർത്ത് വീടെല്ലാം മാറി കിടന്നോണ്ട് ഇത് ഉറങ്ങുകയല്ലായിരിക്കും എന്ന്. ഏതായാലും ഉറങ്ങി. എന്ന് ഈ നേരത്തെ ഒരു ഉറക്കമുള്ളതാ, കുളിയെല്ലാം കഴിഞ്ഞ് ഈ നേരത്തെ ഒരു ഉറക്കമുള്ളതാ. ഉറങ്ങി. വീട് മാറിപ്പോയാൽ എന്നാ, ഇത് അവന്റെ വീടല്ലേ, അപ്പൊ അവൻ അതിന്റെ പരിചയമൊക്കെ ഉണ്ടാവും. ശരിയാ, അവന്റെ വീട് അവനറിയാലോ അല്ലെ. എന്നാ മോളെ കുഞ്ഞിനെ അവിടെ കിടത്തി ആ ചക്കക്കൂരു എടുത്തൊരു കൂട്ടാൻ വെക്ക്. എത്ര ദിവസമായി മോളുടെ കൈ കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട്. എന്നാ ഞാനിവിടെ കിടത്താം. അമ്മ എന്നാ ഇവിടെ ഇരുന്നോ, ഞാൻ കൂട്ടാനൊക്കെ വെച്ചുതരാം. അമ്മ ഇവിടെ കൊച്ചിൻ്റെ അടുത്ത് കിടന്നോണേ. അടുത്തിരുന്നോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഏറ്റു കഴിയുമ്പോൾ ആരെയും അടുത്ത് കണ്ടില്ലെങ്കിൽ അപ്പൊ കാറാൻ തുടങ്ങും. പിന്നെ വീട് മാറിയോന്റെ ഒരു വിഷമം ഉണ്ടാവും. അമ്മ എന്നാ ഇവിടെ ഇരുന്നോ, ഞാനിവിടെ കിടത്താം കേട്ടോ. ഞാൻ ഇരുന്നോളാം. ഏറ്റവും എവിടെയും പോകില്ല, അവിടെ തന്നെ ഇരുന്നോളാം. മോള് ചെല്ലേ. മോളെ അമ്മ നോക്കിക്കോളാം, പേടിക്കണ്ട. അച്ഛമ്മയുടെ കുഞ്ഞു വാങ്ങൂ. അമ്മ കരയുന്നുണ്ട്, ഞാൻ എടുക്കണോ? കുറെ സമയമായില്ലേ അമ്മ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കറിയല്ലായി, ഞാൻ എടുക്കാൻ വെച്ചിട്ടേ. വേണ്ട മോളെ, ഇതിപ്പോ ഇവൻ എന്നെ ഇഷ്ടപ്പെട്ടു, എന്റെ കയ്യിൽ നിന്ന് മാറുന്നില്ല. അമ്മ നോക്കിക്കോളാം കുഞ്ഞ്, മോള് പോയിട്ട് കിടന്നോ. മോള് ഇത്രയും ദിവസം മോളല്ലേ നോക്കിയത്, ഇനി അമ്മ നോക്കിക്കോളാം. മോള് പോയി വിശ്രമിച്ചോ, ഇനി പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. മോള് പോയി അവിടെ കിടന്നോ, കുഞ്ഞിന്റെ കാര്യമെല്ലാം ഇനി അമ്മ നോക്കിക്കോളാം. ഓ ഓ ഓ ചെല്ല് മോളെ, മോള് പോയി കിടക്കുവോ ഇരിക്കുവോ ഫോണ് കാണുവോ എന്തെന്ന് വെച്ചാ ചെയ്തു. ചെല്ല്. കുഞ്ഞ് കരയുമ്പോ അമ്മ വിളിക്കാം, മോള് മുക്കോ. ഓ ഹായ് പറയടി, എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ് ഡി, പ്രസവം കഴിഞ്ഞ് കെട്ടിയവന്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് നിന്റെ ഒരു വിവരമല്ലടി. എത്ര ദിവസമായി നീ ഒന്ന് വിളിച്ചിട്ട്? ഞാൻ ഓർത്തു നിനക്ക് എന്തോ പറ്റിയെന്ന്. എടി ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയിലായുള്ളൂ. കുറച്ച് നാൾ ഇവിടുന്ന് മാറി ഇന്നല്ലേ, പിന്നെ വന്ന് ഇവിടെയൊക്കെ ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി കുറച്ച് ടൈം, അതുകൊണ്ടാ വിളിക്കാതിരുന്നേ. എന്തിയേ കുഞ്ഞെന്തിയെ, സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ലടി, സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ കിടന്ന് ഉറക്കവാ. അമ്മയോ? അമ്മ ഇവിടെ ഇല്ല, അമ്മയുടെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയേക്കോ. ഞാൻ പിന്നെ കൊച്ചിക്ക് ചെറിയൊരു ജലദോഷമൊക്കെ പോലെ, അതുകൊണ്ട് തന്നെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അമ്മയും പോകുന്നില്ലെന്ന് പറഞ്ഞു, ഞാൻ പിന്നെ നിർബന്ധിച്ച് വിട്ടതാ. അമ്മ ഇല്ലാത്ത സമയത്ത് എനിക്ക് നിന്നെ ഒന്ന് വിളിക്കണമായിരുന്നു, അതുകൊണ്ടാ. എന്താടി പറ, എന്താ എന്റെ പ്രശ്നം? അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളല്ലടി. എനിക്കെല്ലാം തുറന്നു പറയാൻ നീയല്ലേ ഒരു ഫ്രണ്ട്. അപ്പൊ നിന്നോട് എനിക്ക് പറയണം തോന്നി. നീ എനിക്കൊരു സൊല്യൂഷനും പറഞ്ഞു തന്നേ. നീ ആദ്യം കാര്യം പറ, എന്നാലല്ലേ എന്റെ സൊല്യൂഷൻ പറയാൻ പറ്റുള്ളൂ. നീ പറ. ഓക്കെ, ഞാൻ പറയാം. എടി, ഇപ്പൊ കുഞ്ഞ് ഉറങ്ങുന്നു. ഉറങ്ങി കിടത്തി ഞാൻ അവിടെ ഇരിക്കുവാന്ന് വിചാരിക്കും. അപ്പത്തേനും അമ്മ വന്നിട്ട് കുഞ്ഞുറങ്ങിയോ? ആ ഓക്കെ ഉറങ്ങിയെന്ന് പറയും. എന്നാ പിന്നെ മോള്, ഞാൻ നോക്കിക്കോളാം കുഞ്ഞിനെ, മോള് പോയി അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോ, അല്ലെങ്കിൽ മോള് റെസ്റ്റ് എടുത്തോ, മോള് കുഞ്ഞിനെ നോക്കി ബുദ്ധിമുട്ടിയതല്ലേ, അമ്മ നോക്കിക്കോളാന്നും പറഞ്ഞ് അമ്മ ഇരിക്കും. എടി അതൊരു നല്ല കാര്യമല്ലേ, കുഞ്ഞിന്റെ കാര്യങ്ങൾ അമ്മ നോക്കുന്നത്, നിനക്കത് നല്ല ഉപകാരമല്ലേ. എടി ഞാനൊന്ന് പറയട്ടെ, അതാ ഞാൻ പറഞ്ഞത്, നീ അതിൻ്റെതായ സെൻസിൽ എടുക്കണം. ഓക്കെ ഓക്കെ, ഞാനൊന്നും പറയുന്നില്ല, നീ കാര്യം പറ. കുറേ രാത്രി ആയാലും അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ തരില്ല. ഞാൻ പിന്നെ എന്റെ കൂടെ കിടക്കുന്നതുകൊണ്ട് പോയി എടുത്തിട്ട് വരും. അത് അമ്മയ്ക്ക് എന്തോ ഒരു നിവൃത്തികേടും കൊണ്ട് എന്റെ കയ്യിലോട്ട് തരുന്നത് പോലെ. രാവിലെ ഒരു 5:30 ആകുമ്പോൾ അമ്മ വന്ന് എഴുന്നേപ്പിക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ടങ്ങ് പോകും. എന്നിട്ട് മോള് കടന്നോന്ന് എന്നോട് പറയും. പക്ഷെ എനിക്ക് അങ്ങനെ കടന്നുറങ്ങാൻ പറ്റുമോ? കൊച്ചില്ലാതെ എനിക്ക് പറ്റി. പിന്നെ രാവിലെ ആയില്ലേ, അതുകൊണ്ട് ഞാനും അങ്ങ് എഴുന്നേക്കും. കൊച്ചു രാത്രി മൊത്തം ചിലപ്പോൾ കനസിലായിരിക്കും, വെളുപ്പായിരിക്കും ഒന്ന് ഉറങ്ങുന്നത്. ആ സമയത്ത് ഞാനും ഒന്ന് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോഴത്തേന് അമ്മ കൊച്ചിനെ എടുത്തോണ്ടങ്ങ് പോകും. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? എനിക്ക് എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ എനിക്ക് സ്വന്തമായിട്ട് കിട്ടുന്നില്ല. അതാണ് എന്റെ വിഷമം. അത് ഞാൻ ആരോട് പറയും? നീ പറ. എടി
ഏട്ടനോട് എനിക്ക് പറയാൻ പറ്റുമോ? ഏട്ടനത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ലല്ലോ. കേൾക്കുന്ന ആരും ചിലപ്പോൾ എന്നെയെ കുറ്റം പറയൂ. ആ അമ്മയ്ക്ക് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അമ്മ കുഞ്ഞിനെ നോക്കുന്നതെന്ന് പറയാം. അമ്മ കുഞ്ഞിനെ നോക്കുന്നത് കൊണ്ടല്ല എന്റെ പ്രശ്നം. എനിക്ക് എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എന്റെ മനസ്സിൽ എന്തൊക്കെയോ എനിക്ക് അറിയില്ല. ഒരു രാത്രി ഒരു കുറച്ച് സമയം എനിക്ക് എന്റെ കുഞ്ഞിനെ സ്വന്തമായിട്ട് കിട്ടുന്നുള്ളൂ. ബാക്കി എപ്പോഴും അമ്മയുടെ കയ്യിൽ തന്നെ, എപ്പോഴും. അതുകൂടാതെ ആ കുഞ്ഞിന്റെ അടുത്ത് അമ്മ ഇരിക്കുന്ന സമയത്ത് അമ്മ ബന്ധുക്കളെ മുഴുവൻ വിളിക്കും. എന്നിട്ട് പറയും, അയ്യോ കൊച്ച് എന്റെ അടുത്താ, അവളവിടെ ഉണ്ട്, അവളവിടെ കിടപ്പുണ്ട്, കൊച്ചിന്റെ നോക്കല് ഞാനാ നോക്കല്, അങ്ങനെ എന്തൊക്കെയോ അമ്മ പിണങ്ങി പറയുന്നതോ ദേഷ്യപ്പെട്ട് കാഷ്വലായിട്ട് പറയുന്നത് പോലെ. പക്ഷെ എല്ലാം എനിക്കൊരു ഫീലിങ്സ്, ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കാതെ അമ്മേനെ കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ച പോലെയൊക്കെ എനിക്കങ്ങ് ഫീൽ ചെയ്യുക. എനിക്ക് കുഞ്ഞിനെ കിട്ടുന്നില്ല. സത്യമായിട്ട് എനിക്ക് കൊതിനീര് എന്റെ കുഞ്ഞിനെ കിട്ടുന്നില്ല. ഞാൻ ആരോട് പറയും? നീ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞതാ. ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മ വന്ന് കുഞ്ഞിനെ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കുറച്ച് നേരമെങ്കിലും സ്വന്തമായിട്ട് വേണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നീ അതുപോലെ തന്നെ ചെയ്യണം എന്ന് നീ ഒരു വഴി പറഞ്ഞതാ. ഞാൻ അതുപോലെ ചെയ്യാം. പക്ഷെ ആരും പിടക്കാനോ ദേഷ്യപ്പെടുത്താനോ എനിക്ക് വയ്യ. നിനക്കറിയാലോ. ഞാനിതൊന്ന് പരീക്ഷിക്കാം. നടക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ഡി. എനിക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രഷർ എനിക്ക് നിന്നെ താങ്ക് യു ഡി. ഞാനിതൊന്ന് ശ്രമിക്കും. എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ ഡി, താങ്ക് യു. മോളെ, കുഞ്ഞ് ഉറങ്ങിയില്ലേ? ഉറങ്ങിയമ്മേ, ഇപ്പൊ ഉറങ്ങിയേ ഉള്ളൂ. എന്നാ പിന്നെ അവിടെ കിടത്തിക്കോ. എന്നിട്ട് മോള് പോയി കിടന്നോ. അമ്മ ഇരുന്നോളാം കുഞ്ഞിന്റെ അടുത്ത്. അത് വേണ്ടമ്മേ, എന്തായാലും എന്റെ പണിയൊക്കെ കഴിഞ്ഞല്ലേ, പിന്നെ തന്നെ ഞാൻ കുഞ്ഞിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കുന്നത്. ഞാൻ കിടന്നോളാം ഇവിടെ. അമ്മ പോയി കിടന്നോ. അമ്മയ്ക്ക് കൈക്കും കാലിനും ഒക്കെ വേദനയൊക്കെ ഉള്ളതല്ലേ. അമ്മ ഏത് നേരം ഈ കുഞ്ഞിനെയൊക്കെ എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേദനയൊക്കെ കൂടൂലേ ഈ തണുപ്പെല്ലാം പിടിച്ചിട്ട്. അമ്മ പോയി കിടന്നോ. എനിക്കിപ്പോ അങ്ങനെ കൈക്കൊന്നും വേദനയൊന്നുമില്ല. കുഞ്ഞിന്റെ കാര്യം നോക്കുന്നതിനൊന്നും അതൊരു വിഷയമല്ല. അമ്മ നോക്കിക്കോളാം. മോല് പോയി കിടന്നു. ഇത്ര ദിവസമായി അമ്മ മര്യാദയ്ക്കൊന്ന് കിടന്നിട്ട് എപ്പോഴും കുഞ്ഞിന്റെ കാര്യമൊക്കെ നോക്കി. ഞാൻ നോക്കിക്കോളാം, അമ്മ ചെല്ലട്ടോ, ഞാൻ ഇവിടെ നോക്കിക്കോളാം. അത് വേണ്ട മോളെ, അമ്മ ഇരുന്നോളാം. ചെല്ലമ്മേ, ഞാൻ നോക്കിക്കോളാന്നേ. ഓ ഓ ഓ ഓ ആ എന്നാ ശരി. ഈ ബുദ്ധി നേരത്തെ തോന്നിയാൽ മതിയായിരുന്നു. ഏതായാലും ആളുടെ ബുദ്ധി ഏറ്റു.